എൻ്റെ പൊന്നോ, ഇന്നലെ ഒരു ബിരിയാണി റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പറ്റിയ കുറേ സംശയങ്ങളാണ്. ഇത് ബിരിയാണിയാണോ, നെയ്ച്ചോറല്ല, ഇങ്ങനെയല്ല ബിരിയാണി വെക്കണത്, ദമ്മിട്ടിട്ടാണ് ബിരിയാണി വെക്കണത്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാതെ പച്ചനെയാണ് മസാല ഉണ്ടാക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടു. പിന്നെ ബിരിയാണി വെക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ എന്നോട് പോയിട്ട് ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ പോയി സെർച്ച് ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കുന്നും പറഞ്ഞിട്ടുള്ള കമൻ്റ് ഉണ്ട്. അപ്പം ഞാൻ പറയണത് എന്താണെന്നറിയാമോ, എൻ്റെ ചാനലിൽ തന്നെ ദം ബിരിയാണിയുടെ റെസിപ്പി ഉണ്ട്. അപ്പം അറിയാൻ പാടാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ എനിക്ക് മറ്റുള്ളവരുടെ വീഡിയോസ് പോയി കണ്ടിട്ട് അതേപോലെ ചെയ്യേണ്ട കാര്യമില്ല. ബിരിയാണി വെക്കാൻ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവാണ്. കാരണം എൻ്റെ കുടുംബക്കാരൊക്കെ ബിരിയാണി വെപ്പുകാരൊക്കെ തന്നെയാണ്. അങ്ങനെ കുറേ പാചകങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ്. പിന്നെ എല്ലാ കടക്കാരും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കണത്. കാരണം എന്താണെന്ന് അറിയാം, ചില ആൾക്കാർ ചിക്കൻ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നെയ്ച്ചോറെന്നും പറഞ്ഞുകൊണ്ടും ബീഫ് കറി കൂട്ടി കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ മറ്റുള്ള കടകളിൽ പോയിട്ട് ഓർഡർ ചെയ്യുന്ന ദം ബിരിയാണി എന്ന് പറയുമ്പോൾ അവർ ദം ബിരിയാണി കൊണ്ടുവന്ന് തന്നത് നമ്മൾ അടുക്കളയിൽ പോയി നോക്കണ്ട, അവർ ദമ്മിട്ട് വെച്ച ബിരിയാണി ആണോ നിങ്ങൾക്ക് തന്നെയെന്ന്. എല്ലാടോ ഇങ്ങനെ തന്നെയാണ്. ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടേ നടുക്ക ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനും കൂടി അങ്ങനെ വെച്ചിട്ടാണ് എല്ലാവർക്കും സെറ്റ് ചെയ്ത് തന്നത്. ഒന്നറിയാതെ അല്ല ഞാൻ ഈ ഒരു ഹോട്ടൽ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചത്. മറ്റുള്ളവരിൽ നിന്നും കുറച്ചൊക്കെ അറിവുകൾ നേടിയിട്ട് തന്നെയാണ് ഹോട്ടൽ തുടങ്ങാൻ ആരംഭിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഈ തിരക്കിനിടയിൽ ഞാൻ ഈ ഒരു വീഡിയോകൾ ഇടുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.